ഹലോ, അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മളൊരു റെസിപ്പി വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബർഗർ പോളയാണ്. യൂട്യൂബിൽ തന്നെ എനിക്ക് തോന്നുന്നു അധികം ആരും ചെയ്തിട്ടില്ല. ഞാൻ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം ഇട്ട വ്ളോഗ് ഒരുപാട് പേർക്ക് ഇഷ്ടമായി എന്ന് പറഞ്ഞാൽ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ വ്ളോഗ് ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ട് ഇടയ്ക്ക് വ്ളോഗും അതുപോലെ തന്നെ റെസിപ്പിയും ഒക്കെ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വൈകാതെ തന്നെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ആദ്യം തന്നെ ഇത് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ചിക്കൻ വേണം. അപ്പോൾ ഞാനൊരു 3-4 പീസ് എടുത്തിട്ടുണ്ട്. അതിൽ ആവശ്യത്തിന് ഉപ്പ്, മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ ഒരു 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഒരു പകുതി നാരങ്ങ ഒന്ന് പിഴിഞ്ഞ് ചേർത്തിട്ടുണ്ട്. നമുക്ക് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടാണിത്. അപ്പോൾ ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പോളയാണ് കേട്ടോ ഇത്. കഴിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഇഷ്ടം. യൂട്യൂബിൽ അങ്ങനെ അധികം ഒന്നും കണ്ടിട്ടില്ല. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക, കാരണം കഴിച്ച എല്ലാവർക്കും ഇത് ഇഷ്ടമായിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു 10-15 മിനിറ്റ് ഒന്ന് മാരിനേറ്റ് ആവാൻ വെച്ചതിന് ശേഷം ഫ്രൈ ചെയ്യാം. ഞാനിത് ഒരുപാട് എണ്ണയിലല്ല ചെയ്യുന്നത്. കുറച്ച് എണ്ണ ഒഴിച്ചിട്ടൊന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിച്ച് ഒന്ന് ഡ്രൈ ആക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇടയ്ക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ എല്ലാം തിരിച്ചിട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് 10-15 മിനിറ്റ് ഒന്ന് വേവിച്ചിട്ട് എടുക്കണം. അതിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങി വരും. പിന്നെ അത് നമുക്ക് തുറന്ന് വെച്ചിട്ടൊന്ന് ഡ്രൈ ആക്കി എടുത്താൽ മതി. അപ്പോൾ ചിക്കൻ റെഡി ആയതിനു ശേഷം നമുക്ക് മുട്ടേൻ്റെ മിക്സ് ഉണ്ടാക്കണം. അപ്പോൾ 4 മുട്ടയിൽ നമുക്ക് ഒരു 3 ടേബിൾ സ്പൂൺ പാൽ ഒഴിച്ചു കൊടുക്കണം. പിന്നെ ആവശ്യത്തിന് ഉപ്പും അതേപോലെ തന്നെ കുറച്ച് കുരുമുളക് പൊടി നമുക്ക് ഇട്ട് കൊടുക്കാം. കുരുമുളക് പൊടി നിങ്ങൾക്ക് എരിവിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു 1/2 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം നന്നായിട്ട് നമുക്കിനി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മളിത് ബ്രെഡ് മുക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും മുട്ട എടുത്തിട്ടുള്ളത്. അപ്പം നന്നായിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ വേണ്ടത് ബ്രെഡാണ്. അപ്പം ഞാൻ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എണ്ണ ഒന്നും പറയുന്നില്ല, നിങ്ങൾ എടുക്കുന്ന പാനിനനുസരിച്ചിരിക്കും എണ്ണ ഒക്കെ. അപ്പം അത് ഞാൻ ഈ സോസ് പാനിൽ കുറച്ച് ഓയിലൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് അതൊന്ന് ചുറ്റിച്ചെടുക്കണം. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് മുട്ടക്കൂട്ടിൽ നിന്ന് കുറച്ച് മുട്ട എടുത്തിട്ട് ഒഴിച്ചു കൊടുക്കാം. കാരണം കാണാനൊരു താഴ്ഭാഗം നല്ല ഭംഗി ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കുറച്ച് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ചുറ്റിച്ചു കൊടുത്താൽ മതി. അതിനുശേഷം തീ അങ്ങ് ഓഫ് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഇതുപോലെ ബ്രെഡ് എല്ലാവരുടെയും ഒന്ന് വെച്ച് കൊടുക്കുക. ബ്രെഡ് വെക്കുമ്പോൾ കുറച്ച് കയറ്റി വെച്ച് കൊടുക്കണം. ഒരു എന്താ പറയുക, ഒരു കപ്പ് മാതിരി കിട്ടണം. അതിൻ്റെ ഉള്ളിൽ വേണം നമ്മൾ ഈ മസാലയൊക്കെ ഫില്ല് ചെയ്യാനായിട്ട്. അപ്പോൾ കുറച്ച് കയറ്റി വെച്ച് കൊടുക്കുക. ചെറിയ ഹോളുള്ളിടത്തൊക്കെ ഫുള്ളായിട്ടൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ പിന്നെ ഇതിലേക്ക് മയണൈസ് ആണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ അത്യാവശ്യം തന്നെ ഒഴിച്ചു കൊടുക്കാൻ നോക്കുക. കാരണം ഇതൊരു ബർഗറിൻ്റെ ആ ഒരു ടേസ്റ്റും കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നമ്മൾ വട്ടത്തിൽ അരിഞ്ഞിട്ടുള്ള ക്യാപ്സിക്കം വെച്ച് കൊടുക്കുന്നുണ്ട്. ഈ പോള ഉണ്ടാക്കാനായിട്ട് നമുക്ക് മസാലയൊന്നും വേവിക്കൊന്നും വേണ്ട. അപ്പോൾ കുറച്ചുകൂടി ഈസിയാണ് ചെയ്യാൻ. അപ്പോൾ ഞാൻ കുറച്ച് കുക്കുംബറും കൂടി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ തക്കാളി നമുക്കൊന്ന് റൗണ്ടാക്കി കട്ട് ചെയ്ത് വെക്കാം. പിന്നെ നമുക്ക് വേണ്ടത് സവാളയാണ്. അതും നമുക്ക് ഇതേപോലെ തന്നെ റൗണ്ട് ആക്കിയിട്ട് എല്ലാവരുടെയും ഒന്ന് വെച്ച് കൊടുക്കാം. പിന്നെ ഞാനിവിടെ ലെറ്റ്യൂസ് ഇല്ല എൻ്റെ അടുത്ത്. അതുകൊണ്ട് ഞാൻ ലെറ്റ്യൂസിന് പകരം കുറച്ച് ക്യാബേജിൻ്റെ ലീഫ് നീളത്തിൽ കട്ട് ചെയ്തിട്ട് അത് ചേർത്തിട്ടുണ്ട്. ലെറ്റ്യൂസ് ഉണ്ടെങ്കിൽ അതാണ് കേട്ടോ കുറച്ചുകൂടി നല്ലത്. അതിനുശേഷം ഇതിലേക്ക് നമുക്ക് ടൊമാറ്റോ സോസ് ഒന്ന് മൊത്തമായിട്ടൊന്ന് റൗണ്ടായിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. എല്ലാത്തിൻ്റെ ടേസ്റ്റും കൂടി മിക്സായി വരുമ്പോൾ കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇനി നമുക്ക് നേരത്തെ ചിക്കൻ ഉണ്ടല്ലോ, അത് വലിയ പീസായിട്ടൊന്ന് കൈവച്ച് പിച്ചി എടുത്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അല്ലാതെ മിക്സിയിലിട്ട് ക്രഷ് ചെയ്തെടുക്കുകയും ചെയ്യരുത്. വലിയ പീസായിട്ട് തന്നെ എടുക്കുക. എല്ലില്ലാണ്ട് നോക്കിയെടുക്കാൻ നോക്കുക. അപ്പോൾ അത് മൊത്തമായിട്ട് നമ്മൾ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ചും കൂടി മയണൈസ് ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ടൊമാറ്റോ സോസും ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ മേലെ വീണ്ടും ഞാൻ കുറച്ച് ക്യാബേജിൻ്റെ ഇല വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ഫില്ലിങ്സ് വെക്കുന്നതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മേലെയോ താഴെ എങ്ങനെയാണെന്ന് വെച്ചാൽ വെക്കാം. പിന്നെ നമ്മൾ ബർഗറിൻ്റെ ആ ഒരു ഇത് കിട്ടാനായിട്ട് നമ്മൾ ഇതിലേക്ക് ചീസ് വെച്ചിട്ടുണ്ട്. ചീസ് സ്ലൈസ് ആണ് വെച്ചിട്ടുള്ളത്. അതും കൂടി വെക്കുമ്പോൾ കുറച്ചും കൂടി ആ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ആ ഒരു രുചി കിട്ടും. പിന്നെ അതിൻ്റെ മേലെ നമുക്ക് വീണ്ടും വെജിറ്റബിൾസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കുറച്ചായിട്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ടൊന്ന് വെച്ച് കൊടുക്കുക. അപ്പോൾ ഇനി നമുക്ക് ബ്രെഡ് വെച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് കവർ ചെയ്തെടുക്കാം. എല്ലായിടെയും നന്നായിട്ട് കവർ ചെയ്യണം. നമ്മുടെ അടിയിലത്തെ ബ്രെഡും മേലത്തെ ബ്രെഡും ടച്ച് ചെയ്യണം. അത് നോക്കുക, അല്ലെങ്കിൽ കാണാൻ അത്ര ഒരു ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ മൊത്തമായിട്ട് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഡെക്കറേഷൻ ചെയ്ത് കൊടുക്കാം. ഞാൻ ജസ്റ്റ് ഒന്ന് ക്യാപ്സിക്കും തക്കാളിക്ക് വെച്ച് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നിർബന്ധമില്ല. ഇനി ഇതിൻ്റെ മേലെയായിട്ട് നമുക്ക് ബാക്കിയുള്ള മുട്ട ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മൾ ഇതൊന്ന് ചെറിയ തീയിൽ വെച്ചിട്ടാണ് വേവിക്കുന്നത്. അപ്പോൾ അതിന് മുമ്പായിട്ട് അടിയിലൊരു പാൻ എന്തെങ്കിലും വെക്കണം. അതിൻ്റെ മേലെ വേണം ഇത് വെക്കാനായിട്ട്. അപ്പോൾ ഒരു 15 മിനിറ്റ് ഒക്കെ ആകുമ്പോഴേക്കും ഏകദേശം ഇത് ഒന്ന് വെന്ത് കിട്ടും.
അപ്പോൾ അടച്ച് വെച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഏകദേശം വെന്തിട്ടുണ്ട്. മേൽഭാഗം ചെറുതായിട്ടൊന്ന് കളറാവാനേ ഉള്ളൂ. അപ്പോൾ തിരിച്ച് വേറൊരു പാനിലിട്ടിട്ട് ഒരു 5 മിനിറ്റോ അല്ലെങ്കിൽ ഒരു 3 മിനിറ്റോ ഒന്ന് വേവിച്ചെടുത്താൽ നമ്മുടെ പോള റെഡിയായി. എന്തായാലും ട്രൈ ചെയ്ത് നോക്കാട്ടെ. ഇവിടെ താഴത്തൊക്കെ കൊടുത്തപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. നല്ല ഫീഡ്ബാക്കാണ് കിട്ടിയിട്ടുള്ളത്. ഞാൻ ചുമ്മാ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയ റെസിപ്പിയാണ്. നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇഷ്ടമാവും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. അപ്പോൾ നമുക്ക് കട്ട് ചെയ്ത് നോക്കാം. നല്ല ജ്യൂസി ആയിട്ട് ഉണ്ടാവുക. കാരണം നമ്മൾ ഇതിലേക്ക് മയണൈസും ടൊമാറ്റോ സോസും ഒക്കെ വെച്ചതുകൊണ്ട് തന്നെ കഴിക്കുമ്പോൾ നല്ലൊരു ക്രീമി ഫീലൊക്കെ കിട്ടും. നമുക്ക് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ട്രൈ ചെയ്യുക. എന്നിട്ട് ഫീഡ്ബാക്ക് പറയുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഇൻഷാ അല്ലാ. താങ്ക് യു ഫോർ വാച്ചിങ്.